ഞാനേ പോയത് എന്തിനാന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിലേക്ക് വരണ്ടായിരുന്നു തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഈ വട്ടം സീസൺ 7 അങ്ങനെ എനിക്ക് പറയാം. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ പുള്ളി ഒന്നും പോരാ. ഇപ്പം എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി കൊള്ളാട്ടോ, ഞാൻ ഇപ്പോൾ എനിക്ക് പുള്ളീനെ ഇഷ്ടമായെന്ന് ഇങ്ങോട്ട് പറയണ്ട. ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹഗ് ഇപ്പം അത് കോമൺ ആണ്. നമുക്ക് ലൈവ് കാണുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പാട്ടൊക്കെ കയറ്റിയിട്ട് മസാല കൂടെ ഇടുമ്പോഴെല്ലാം സംഭവം പഞ്ചാവണേ. ബോസില് കോമൺ ആയിട്ട് വന്ന ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തുടക്കത്തിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പുള്ളി കേട്ടോടുക്കുന്നത്. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് നല്ല വോട്ട് കിട്ടി തുടങ്ങി, ഫാമിലിയുടെ സപ്പോർട്ടും കിട്ടി തുടങ്ങി. അപ്പോൾ സത്യത്തിൽ ശരിക്കും ഒരു ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലാന് പുള്ളിയാണോ ശരിക്കും കളിക്കുന്നത് തോന്നുന്നുണ്ടോ? പുള്ളിയായിരുന്നു വന്നപ്പോൾ തൊട്ട് കളിക്കുന്നത്, കുറേ ഗെയിം കളിക്കുന്നത്. പുള്ളി ഫസ്റ്റ് ഡേ എൻ്റർ ആയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഈ പുള്ളി ഈ പ്രാവശ്യത്തെ കോമണർ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ പുള്ളി ഒന്നും പോരാ. ഇപ്പം എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി കൊള്ളാട്ടോ, ഞാൻ ഇപ്പോൾ എനിക്ക് പുള്ളീനെ ഇഷ്ടമായെന്ന് ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ ചിലവരൊക്കെ ഇതിനകത്ത് നിൽക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു പക്ക പ്ലാനിങ്ങോടുകൂടി വന്നത്. പുള്ളിക്കൊരു പ്രത്യേക പ്ലാനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ബിഗ് ബോസ് കണ്ടും സ്റ്റഡി ചെയ്തും ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് വന്നതെന്ന് തോന്നി. പിന്നെ അത്ര പെട്ടെന്ന് ട്രിഗറായി അങ്ങനെയല്ലാന്ന് തോന്നുന്നു. ഗെയിം ഞാൻ ഫുൾ കാണാറില്ല ഒന്ന്. പക്ഷെ എനിക്ക് ആളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും എനിക്ക് ഇതുവരെ കണ്ടതില് ബിഗ് ബോസിലേക്ക് വരണ്ടായിരുന്നു തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഈ വട്ടം സീസൺ 7? അങ്ങനെ എനിക്ക് പറയാം. കാരണം ഇതെന്നോട് തന്നെ ചോദിക്കണം. ഞാനേ പോയത് എന്തിനാന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പൊ നോക്കുമ്പോ കുറെ പേര് ഇപ്പോ ഇന്നലെ എവിക്ഷന്റെ ലിസ്റ്റ് എടുത്തപ്പോഴും നോമിനേഷൻ എടുത്തപ്പോഴും അപ്പാനി ഒരു ചെറിയൊരു ഇഷ്യൂ, ഒരു ചെറിയൊരു വേർഡ് വിളിച്ചതിന്റെ പേരിൽ 8 വോട്ടും, പിന്നെ അതേപോലെ വോട്ട് വന്ന ഒരാളാണ് ശൈത്യ. കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല, ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ എവിക്ഷനിലേക്ക്? ഇപ്പൊ ശാരിക കഴിഞ്ഞ വട്ടം പോയി. അപ്പോ വേണ്ടവരെ ഉള്ളി വെച്ചിട്ട് കണ്ടന്റ് കൊടുക്കുന്നവരെ പുറത്ത് വിട്ടു എന്ന് തോന്നുന്നുണ്ടോ? അത് ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നില്ല. അവിടുത്തെ കണ്ടസ്റ്റൻസിന് നമുക്ക് കോമ്പറ്റീഷൻ തോന്നുന്ന ആരാണ് അവരെ നോമിനേറ്റ് ചെയ്യുക. അപ്പം എനിക്ക് ഇദ്ദേഹം നിന്നാൽ എനിക്ക് പണിയാണ്. ഇദ്ദേഹത്തെക്കാളും ഇദ്ദേഹത്തിന് വെച്ച് ഫാൻസും കൂടുതലുണ്ടെന്ന് വെച്ചു. അപ്പം ഞാൻ പുള്ളീനെ പുറത്ത് വിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഗെയിമല്ലേ. അതിന് വേറെ ബിഗ് ബോസിനൊന്നും പ്ലാൻ ഒന്നും പറയാൻ പറ്റില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമാണ്. ഇപ്പൊ ഇന്നലെ അനുമോളുടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, ജിസേലിന്റെയും ആര്യന്റെയും ഇത് വെച്ചിട്ട്. അതൊക്കെ ഉണ്ടായിരുന്നോ? ഒരു കിസ്സിംഗ് സീൻ എന്തോ പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടു. അവളെന്തോ പറയാൻ വേണ്ട സസ്പെൻസ് പോലെ ആ വീഡിയോ ഞാൻ കണ്ടുള്ളൂ. അതെന്താ പൊട്ടിക്കാൻ പോയെന്ന് കണ്ടില്ല. ഓക്കെ. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോ ഇത് നോക്കിയപ്പോ ഒരു പബ്ലിക് റെസ്പോൺസ് നോക്കിയപ്പോ 20 വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് കൂടുതലും ബിഗ് ബോസ് ഇപ്പൊ കാണുന്നൊരു ഇത് വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ? ഇപ്പം അതിപ്പോൾ ഏത് രീതിയിൽ ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് കാണിച്ചതെന്നനുസരിച്ചിരിക്കും അവരെ സ്വാധീനിക്കണേ. അതൊരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹഗ് ഇപ്പം അത് കോമൺ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടില്ല. ഇപ്പം ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത് ഇപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞ പോലെയാണ്. ബിഗ് ബോസ് എങ്ങനെ കാണിക്കുന്ന അനുസരിച്ചിരിക്കും ബാധിക്കുന്നത്. ബിഗ് ബോസ് 24 ലൈവ് വരുന്നുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വേറെ രീതിയിലും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലോ. അതെ. അത് ബാക്കിയുള്ളവർ എഡിറ്റ് ചെയ്തിരുന്നതല്ലേ. കാണുമ്പോൾ നമുക്ക് ലൈവ് കാണുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പാട്ടൊക്കെ കയറ്റിയിട്ട് മസാല കൂടെ ഇടുമ്പോഴെല്ലാം സംഭവം പഞ്ചാവണേ. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ജെൻസിയുടെ ഒരു ഇതായിട്ട് പ്രതീകമായിട്ട് റെന ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഇതില് വേറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ രണ്ട് കാറ്റഗറൈസ് ചെയ്ത് വരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് റെനയെ എതിർത്ത് ഭയങ്കര സംസാരമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തായിട്ടാ ഇതൊരു തോന്നുന്നുണ്ടോ ഗെയിം പ്ലാന്റെ ഭാഗമായിട്ട്? കാരണം ഇപ്പം നമ്മൾ കുറച്ച് നെഗറ്റീവ് ഉള്ളവരെ പറഞ്ഞു നിൽക്കുന്നതാണ് ഗെയിം അവിടെ. അല്ലാതെ ഇപ്പോൾ നന്നായിട്ട് നിൽക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ റെനയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴല്ലേ അവരുടെ ഗെയിം വർക്കൗട്ട് ആവുള്ളൂ.